ഹായ്, വെൽക്കം ടു എയ്സഡ് ബി അക്കാഡമി. എയ്സഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. നമുക്കപ്പം ഒക്ടോബറിൽ ഏതൊക്കെ എക്സാം വരും, ഓൾറെഡി നേരത്തെ കലണ്ടറൊക്കെ ഔട്ടായതാണ്. അപ്പോൾ ഒക്ടോബറിൽ ഏതൊക്കെ എക്സാം നമുക്കിനി വരാൻ വേണ്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഏതൊക്കെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, ആ എക്സാമുകൾക്ക് എത്ര പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ എത്ര പേര് അതിന് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്, കൺഫർമേഷൻ ചെയ്യാതെ പോയവർ എത്ര പേരുണ്ട്, ഈ ഡേറ്റകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കിക്കേ, നമ്മൾ ഓൾറെഡി നമുക്ക് ഡേറ്റകളെല്ലാം അറിയാം, ഒക്ടോബർ മാസത്തിൽ ഏതൊക്കെ എക്സാമുകളാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്നിരുന്നാൽ പോലും നോക്കിയേ, നമുക്ക് ആദ്യം നടക്കാൻ പോകുന്ന എക്സാം ഏതാ, ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസം എന്നുള്ള പോസ്റ്റിലേക്കാണ് നമുക്ക് ആദ്യം എക്സാം നടക്കാൻ പോകുന്നത്. എന്നാണ് നമ്മുടെ എക്സാം വരുന്നത് നോക്കിയേ, 3/10 ഒക്ടോബർ 3 നമുക്ക് ആ എക്സാം നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. നോക്കി എത്ര പേര് അതിൽ അപേക്ഷിച്ചിട്ടുണ്ടോ നോക്കി, 1,28,061 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ആ എക്സാമിന് അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺഫർമേഷൻ കൊടുത്തത് വെറും എത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ, 91,597 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് കൺഫർമേഷൻ കൊടുക്കുകയും 36,000-ൽ പരം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ 36,000-ൽ പരം ആൾക്കാർ അതിൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അവർ അസാധുവായി പോയി. അപ്പോൾ നമ്മളുടെ ഒരു ചാൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ആ എക്സാമുകൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്ത് അത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന എക്സാം ഏതാണ്, നോക്കിയേ, മോട്ടോർ മെക്കാനിക് ആരോഗ്യം എന്ന് പറയുന്ന എക്സാമാണ്. അതെന്നാണ് നമുക്ക് 13 അത് നടക്കേണ്ടത്. 13 നടക്കേണ്ടത്. അതിൻ്റെ ഏതൊക്കെ ജില്ലകളിലുണ്ടെന്ന് നോക്കിയേ, ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയിൽ 1,500 ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എറണാകുളത്ത് 1,600 ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ 1,100 കൊടുത്തിട്ടുണ്ട്. പാലക്കാട് 1,051. അതേപോലെ ആകെ 5,000 ആൾക്കാർ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. 5,000 ആൾക്കാർ അപേക്ഷിച്ചതിൽ 3,600 ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ്, 1,600 ആൾക്കാരിൽ പരം എന്തിന് പോയി, അസാധുവായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത ബീ കീപ്പിംഗ് എന്ന് പറയുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എന്ന് പറയുന്ന ആ എക്സാമിന് 15 നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. PSC എത്ര പേര്, 2,000 പേര്, 2,400 പേര് അപേക്ഷിച്ചു. 715 പേര് മാത്രമേ അതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. എത്ര പേര് കൊടുത്തിട്ടില്ല, 1,600 എന്ന് പറഞ്ഞാൽ 2/3 ഭാഗം ആൾക്കാരും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എക്സാമിന്. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് ഏത്, ഇനി വരാനായിട്ട് പോകുന്ന നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് VFA എന്ന് പറയുന്നത്. VFAക്ക് എല്ലാവരും നന്നായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടെന്നും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നും എല്ലാം നമുക്കറിയാം. എന്നാണ് അതിൻ്റെ ആദ്യ എക്സാം ഓൾറെഡി നമ്മുടെ സെപ്റ്റംബറിൽ ഒരെണ്ണം കഴിയും. അതിൻ്റെ ഒക്ടോബറിൽ വരുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സാം എന്നാണ്, നമ്മളുടെ 17/10/2026 17 അന്ന് ആ ഏതൊക്കെ ജില്ലകൾക്ക്, അതാണ്ട് ആലപ്പുഴ ജില്ലയ്ക്കുണ്ട്. ആലപ്പുഴ ജില്ലയിൽ എത്ര, 37,992 പേരെന്ത് ചെയ്തിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. കോട്ടയത്ത് 31,000-ൽ പരം ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എത്രയാണ്, 49,000-ൽ പരം ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് 56,000-ൽ പരം ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. കാസർഗോഡ് 21,000. ടോട്ടൽ 2 ലക്ഷത്തിനടുത്ത ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. 17 നിങ്ങളുടെ എക്സാം. ഈ ജില്ലക്കാർക്കെല്ലാം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ കൺഫർമേഷൻ നൽകിയവർ എത്രയാണ്, 1,96,000 പേര് ഈ ഇത്രയും ജില്ലകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് എങ്കിലും അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിലും 1,56,000 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ. ഓരോ ജില്ലകളിലും 7,000, 6,000, 10,000 11,000 അടുപ്പിച്ച ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, കൺഫർമേഷൻ നൽകിയിട്ടില്ല. അപ്പോൾ ആകെ 39,000 എന്ന് വെച്ചാൽ 40,000 അടുത്ത ആൾക്കാർ ഇത്രയും ജില്ലയിൽ മാത്രം കൺഫർമേഷൻ നൽകാണ്ട് എന്ത് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതുന്നവർ അതെല്ലാം ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത എക്സാം ഏതാണ് വരാൻ പോകുന്നത്, നമ്മുടെ അടുത്ത എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമാണ് നമുക്ക് അടുത്തത്. അതെന്നാണ് നടക്കാനായിട്ട് പോകുന്നത്, നോക്കി 27/10/2026 ജൂനിയർ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാം നടക്കാൻ പോകുന്നത്. 27
എത്ര പേര് 2882 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അപേക്ഷിച്ചിട്ടുള്ളൂ. 1600 പേരിനടുത്തത് കൺഫർമേഷൻ കൊടുത്തു. 1000 പേരിനടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം നമ്മുടെ പകുതിയോടടുത്ത ആൾക്കാർ അതിനും കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടെ ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ നമുക്ക് ഏറ്റവും വേണ്ട എക്സാമാണ് ഏത്, നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഏത് നോക്കിക്കേ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. വീണ്ടും ലാസ്റ്റ് സ്റ്റേജ്, വില്ലേജ് ഫീൽഡിൻ്റെ 3ാമത്തെ സ്റ്റേജ് നടക്കാൻ പോകുന്നത് എന്നാണ്, 31/10/2026 ഒക്ടോബർ അവസാനമാണ് എന്ത് നടക്കാൻ പോകുന്നത്, VFAയുടെ 3ാമത്തെ സ്റ്റേജ്. അത് ഏതൊക്കെ ജില്ലകൾക്കാണെന്ന് നോക്കിയത് കൊല്ലം ജില്ലയ്ക്ക് നടക്കുന്നുണ്ട് ഇല്ലേ. കൊല്ലം ജില്ല 53,000-നടുത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എറണാകുളം ജില്ല 47,000-നടുത്ത് ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. പാലക്കാട് 58,000, കണ്ണൂർ 39,000 എന്ന് വെച്ചാൽ 40,000-നടുത്ത് ആളുണ്ട്. ആകെ ഒരു 2 ലക്ഷത്തിന് അടുത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജില്ലകളിലും അപേക്ഷിച്ചിട്ടുണ്ട്. അത് നോക്കി എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു, 1,58,000 അല്ലെ 59,000 പേരടുത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, അപേക്ഷ കൺഫർമേഷൻ ചെയ്തിട്ടുള്ളൂ. എത്ര പേര്, 40,000 അടുപ്പിച്ച ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അവർ അസാധുവായി പോയിട്ടുണ്ട്. ഞാൻ ഈ ഡേറ്റകൾ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒന്നുകൂടെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളൊരു അവസാന സ്റ്റേജിലാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കരുത്. കട്ട് ഓഫ് നമുക്ക് എന്താണ്, ലിസ്റ്റിൽ ലാസ്റ്റ് വരാനുള്ളൊരു അവസരം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇനി വരുന്ന ലിസ്റ്റുകളെല്ലാം എന്താണ്, ചുരുക്കാൻ സാധ്യതയുണ്ട്. വേക്കൻസിക്ക് അനുസരിച്ച് അവർ ചുരുക്കും. ലോങ് ലിസ്റ്റ് ഇടാൻ ഇനി സാധ്യതയില്ല. അങ്ങനെ കിടന്നിട്ടും നമുക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ഓഫിന് മുകളിൽ മാർക്ക്, നല്ലൊരു ഗ്യാപ്പ് ഇട്ട് മുകളിൽ മാർക്ക് മേടിക്കത്തക്ക വണ്ണം നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കിപ്പം എന്താണ്, പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് അവിടം വരെ എത്താൻ പറ്റുന്നില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഒരുപാട് എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരാനായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ മുമ്പിൽ എന്ത് കിടപ്പുണ്ട്, LDC എന്ന് പറയുന്ന എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, വരാനായിട്ട് കിടപ്പുണ്ട്. ഈ എക്സാമിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഈ VFAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, LDCയും നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ അടുത്ത ഫോഴ്സ് എക്സാമുകളെല്ലാം വരുന്നുണ്ട്. അതേപോലെ LGS എക്സാമുകൾ വരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ എക്സാമുകൾ ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് തീരും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത വിളിച്ചിരിക്കണം, എക്സാമുകളൊക്കെ വിളിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഇതൊരു സിസ്റ്റമാക്കി മാറ്റുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ സ്ഥിരമായിട്ട് ചെയ്യുക. നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2027 LDCക്ക് വേണ്ടിയിട്ട് 2027 LDC നമുക്ക് ഏകദേശം എന്താണ് ഉറപ്പാണ്, 2027 അവസാനത്തോടുകൂടി നമ്മുടെ LDC ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, അവസാനത്തോടുകൂടി എന്ന് പറഞ്ഞാൽ മിഡിലോടുകൂടി, ഈ കൊല്ലം അവസാനത്തോടുകൂടി എക്സാം വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊരു അക്കാഡമിക് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം ചെയ്യുക, ഇത് LDCയെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകൾ, അല്ലെ ഇനി വരാൻ പോകുന്ന PCയെ കുറിച്ചുള്ള എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ടുകളോ, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനോ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇല്ലേ കമൻറ്റ് സെക്ഷനിൽ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ടാവും, അതൊന്ന് ഫില്ല് ചെയ്യുക. നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ചാൻസിൽ തന്നെ നമുക്കൊരു ഗവൺമെൻറ് ജോലി കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വരുന്നത് വരെ എല്ലാവരും കാണാം.